പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പംക്തിയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി നാലാം സുവിശേഷം എന്നറിയപ്പെടുന്ന പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ വചന വ്യാഖ്യാനം നമ്മൾ പൂർത്തിയാക്കി. വചന വിചിന്തനങ്ങളുടെ സമയമാണ്. വചന വിചിന്തനങ്ങളിൽ ആദ്യത്തെ 11 വാക്യങ്ങളെക്കുറിച്ചുള്ള വചന വിചിന്തനത്തിലാണ് നാം ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യം 11-ാമത്തെ വാക്യമാണ്. ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കും വിചിന്തനത്തിലേക്കും തുടർന്നുള്ള പഠനത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം വായിച്ച് കേട്ടതിനു ശേഷം നമുക്ക് ആ വചനത്തിൻ്റെ വിചിന്തനം എന്നോട് കർത്താവ് വ്യക്തിപരമായി ഈ ഒരു വാക്യത്തിലൂടെ എന്ത് അരുൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായി പരിശ്രമിക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിലെടുക്കണേ. പുതിയ നിയമത്തിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷം എടുക്കുക. 15-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിച്ചു തരാം. വചനം ഇപ്രകാരമാണ്: ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം കാച്ചി കുറുക്കിയെടുത്താൽ അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് യഥാർത്ഥ സന്തോഷമാണ്. എന്താണ് യഥാർത്ഥമായ സന്തോഷമെന്ന് തിരുവചനത്തിലൂടെ യേശു കർത്താവ് തന്നെയും യോഹന്നാൻ്റെ വാക്കുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിന് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ആ വചനഭാഗത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ യഥാർത്ഥ സന്തോഷം എന്നാണ്. നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? ആരാ സന്തോഷം ആഗ്രഹിക്കാത്തവരായിട്ട് ഈ ലോകത്തിലുള്ളത്? നമുക്കെല്ലാവർക്കും സന്തോഷം ആവശ്യമാണ്. സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, താല്പര്യം. അതിനു വേണ്ടിയിട്ടല്ലേ ഞാനും നിങ്ങളും ഒക്കെ അധ്വാനിക്കുന്നത്, പണിയെടുക്കുന്നത്, കഷ്ടപ്പെടുന്നത്. നമ്മളൊക്കെ നല്ലവരായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് തന്നെയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷം അനുഭവിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് എന്നൊരു യാഥാർത്ഥ്യം സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ വിചിന്തനമാണ് നമ്മൾ ചെയ്യുന്നത്. ഈശോയുമായുള്ള ഒരുവൻ്റെ ഐക്യത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് സന്തോഷമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി സൗഹൃദം പങ്കിടുന്നു, ബന്ധത്തിലാകുന്നു, പ്രണയത്തിലേക്ക് വഴുതി വീഴുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആന്തരികാർത്ഥം, അതിലൂടെ ആ വ്യക്തി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? സന്തോഷമാണ്. ഞാൻ ബന്ധപ്പെടുന്ന, ഞാൻ സ്നേഹത്തിലായിരിക്കുന്ന, ഞാൻ പ്രണയത്തിലേക്ക് വഴുതി വീണിരിക്കുന്ന ഈ വ്യക്തിയിലൂടെ, ഈ കുടുംബത്തിലൂടെ, ഈ സമൂഹത്തിലൂടെ എനിക്ക് സന്തോഷം അനുഭവിക്കാൻ വേണ്ടി സാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണ് ഏതൊരു മനുഷ്യനും ഇപ്രകാരമുള്ള ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയും ഈശോയുമായുള്ള ഒരുവൻ്റെ ഐക്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ബന്ധത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ് എന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണം എന്ന് പറയുക. സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ ബന്ധത്തിലേക്ക് നയിക്കപ്പെടുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് ഈ വചനഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് വായിക്കാനായി സാധിക്കും, ഏക കേന്ദ്രീകൃത ഘടനയിൽ രചിച്ചിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ
എന്ന് പറഞ്ഞാൽ 15-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 17 വരെയുള്ള ഭാഗം കോൺസെൻട്രിക് സ്ട്രക്ചർ എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ലിറ്റററി സ്ട്രക്ചറിനെ കുറിച്ചും കോണ്ടെക്സ്റ്റിനെ കുറിച്ചും പറയുമ്പോൾ സാധാരണഗതിയിൽ ബൈബിൾ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഏക കേന്ദ്രീകൃത ഘടനയുള്ള വാക്യം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് സ്ട്രക്ചർ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുക. എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും വാക്യത്തിൽ നിന്നും നടുവിലേക്കുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ ഏകകേന്ദ്രീകൃതമായ ഒരു ആശയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന വചനഭാഗങ്ങൾ അനേകമുണ്ട് വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. ഇപ്രകാരം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഏക കേന്ദ്രീകൃത ഘടനയിൽ രചിച്ചിരിക്കുന്ന വചനഭാഗമാണ്. ഇതിൻ്റെ കേന്ദ്രവാക്യം എന്ന് പറയുന്നത് 11-ാമത്തെ വാക്യമാണ്. 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കേന്ദ്രവാക്യമായി നിലകൊള്ളുന്നത് 11-ാമത്തെ വാക്യമാണ്. ആ വചനമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അവിടെയാണ് നാം ഇപ്രകാരം മനസ്സിലാക്കിയത്: ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർത്തിയാകാനും വേണ്ടിയാണ് എന്ന തിരുവചനത്തിലൂടെയാണ് യേശു കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വാക്യങ്ങളിലൂടെ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും അതുവഴിയായി നിങ്ങളുടെ സന്തോഷം പൂർത്തിയാകാനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാനാണ്. കർത്താവുമായുള്ള എൻ്റെ സ്നേഹബന്ധത്തിലൂടെ എനിക്ക് സന്തോഷം അനുഭവിക്കാൻ വേണ്ടി സാധിക്കണം. ഏതൊരു മനുഷ്യനും ലക്ഷ്യം വയ്ക്കേണ്ടത് ആത്യന്തികമായ സന്തോഷമാണ്. അത് ക്രിസ്തുവുമായുള്ള ഒരുവൻ്റെ ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ ബാക്കി പത്രമാണ് സന്തോഷമെന്ന് പറയുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈശോയുടെ ഈ സന്തോഷം സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ പരിണിത ഫലമായി ഞാനും നിങ്ങളും സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവനുമായി ഐക്യത്തിലാകുന്നത്, ബന്ധത്തിലേർപ്പെടുന്നത് എന്നതാണ്. യഥാർത്ഥ ആധ്യാത്മികതയുടെ അടയാളമാണ് സന്തോഷം എന്നുള്ളത്. സന്തോഷിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർക്ക് എപ്പോഴും ഗ്ലൂമി ആയിരിക്കും, ഇല്ലേ? സങ്കടത്തോടെ, വിഷമത്തോടെ, പ്രയാസത്തോടെ നടക്കുന്ന അനേകം മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഉള്ളിലുള്ള ആ നിരാശ, ആ വിഷമം, ആ സങ്കടം അവരുടെ മുഖത്ത് പ്രതിഫലിക്കും. അവർ പറയുന്ന വാക്കുകളിലൂടെ, അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. എന്നാൽ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ആത്യന്തികമായി സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും സന്തോഷിക്കുന്നവരായിത്തീരുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ ഈ സന്തോഷം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാകണം ഞാനും നിങ്ങളുമൊക്കെ ഏതൊരു ബന്ധത്തിലും ഏർപ്പെടേണ്ടത്. ഏതൊരു വ്യക്തിയുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോൾ, സാഹോദര്യത്തിലേക്ക്, സൗഹാർദ്ദത്തിലേക്ക് കടക്കുമ്പോൾ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ആകുക എന്നുള്ളതാകണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്രകാരം ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോഴാണ് ദൈവത്തിന് സന്തോഷമുണ്ടാകുക, നമുക്ക് ആ സന്തോഷം അനുഭവിച്ചറിയാൻ സാധിക്കുക. ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നവർക്ക് പരസ്നേഹത്തിൽ ജീവിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ദൈവസ്നേഹത്തിൻ്റെ പരിണിത ഫലമായി ഞാനും നിങ്ങളും പരസ്നേഹം അനുഭവിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാകുക. വിശുദ്ധ യോഹന്നാൻ തൻ്റെ ശ്ലൈഹികമായ മിശിഹ അനുഭവവും സാക്ഷ്യവും വിവരിക്കുമ്പോൾ ഇത് പ്രത്യേകമായി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പസ്തോലനായ യോഹന്നാനാണ് ഇവാഞ്ചലിസ്റ്റായ യോഹന്നാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാരിൽ ഒരുവനായി നടന്ന അപ്പസ്തോലനായ യോഹന്നാൻ ശ്ലീഹ തന്നെയാണ് 4-ാം സുവിശേഷം എഴുതിയത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ മിശിഹ അനുഭവം എന്ന് പറയുക, ശ്ലീഹന്മാരിൽ ഒരുവനായി അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ മിശിഹായും അദ്ദേഹം നൽകുന്ന സാക്ഷ്യവും ഇക്കാര്യത്തെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശ്ലീഹന്മാരുടെ മിശിഹ അനുഭവം
അവർ പങ്കുവച്ചതിൻ്റെ ഫലമായി ആ അനുഭവത്തിൽ പങ്കുചേർന്ന ക്രിസ്തീയ സമൂഹം ഒന്നുചേർന്ന് സഭാ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു. അതായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ സഭാ സമൂഹങ്ങൾ ഉണ്ടായത് എന്ന് നമുക്കറിയാം, ഉരുത്തിരിഞ്ഞത് എന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയും ഈശോയുടെ കൂടെ നടന്ന ശിഷ്യനായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അപ്പസ്തോലനായ യോഹന്നാനും മറ്റു ശ്ലീഹന്മാരും ഈ ലോകത്തിന് നൽകിയ വലിയൊരു മിശിഹ അനുഭവമുണ്ട്. അവർ കണ്ട, അവർ കേട്ട, അവർ തൊട്ട, അവർ അനുഭവിച്ചറിഞ്ഞ മിശിഹായെ അവർ നമുക്കായി പകർന്നു നൽകുകയാണ് ഉണ്ടായത്. ദേ ആർ ഐ വിറ്റ്നസസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അവർ കണ്ണുകൊണ്ട് കണ്ട സാക്ഷികളാണ്. ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ദൈവവചനം വായിച്ചോ നമ്മുടെ അനുഭവ തലങ്ങളിലൂടെ അവനെ മനസ്സിലാക്കിയിട്ടോ അവൻ്റെ സ്വരം കേട്ടോ അവനെക്കുറിച്ച് പറയുന്നവരാണ്. അവന് ജീവിച്ചിരിക്കുന്ന യേശു കർത്താവിനെ കണ്ട് അവൻ്റെ സാക്ഷികളായി ജീവിക്കുന്നവരല്ല, മറിച്ച് അവനിലുള്ള നമ്മുടെ ആഴമേറിയ വിശ്വാസത്തിലും ബോധ്യത്തിലുമാണ് ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്കായി പങ്കുവെച്ചു കൊടുക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെയും നമ്മളൊക്കെ ഒരു സഭാ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ട, ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവഴിയായി എനിക്ക് ക്രിസ്തുവിലുള്ള സന്തോഷം സ്വന്തമാക്കാൻ സാധിക്കുക. ഈ സഭാ കൂട്ടായ്മ അനുഭവം ആത്യന്തികമായി ത്രിത്വൈക ദൈവവുമായുള്ള കൂട്ടായ്മയാണെന്നും തൽഫലമായി അവർ ദിവ്യമായ ഒരു സന്തോഷത്തിൽ പങ്കാളികളാകുന്നുവെന്നും ഇവിടെ ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ സഭയിൽ അംഗങ്ങളായി ജീവിക്കുമ്പോൾ സഭാ സമൂഹം എന്ന് പറഞ്ഞാൽ ഐക്യത്തിൻ്റെ പ്രതീകമാകണം. അതിന് ചില അപവാദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സഭാ സമൂഹത്തിൽ തന്നെ വിഘടിച്ചു നിൽക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി വ്യത്യസ്തങ്ങളായ ഐഡിയോളജികളുടെ നിലപാടുകളുടെ പേരിൽ വിഘടിച്ചു നിൽക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സഭയല്ല എന്ന് തിരിച്ചറിയുക. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സഭയെന്ന് പറയുന്നത് സഭയുടെ കൂട്ടായ്മയിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. നിനക്ക് സഭയുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ നിനക്ക് പങ്കാളിത്തമില്ല, ക്രിസ്തുവിൽ നിനക്ക് ഐക്യപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയും ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ അനുയായിയാണെങ്കിൽ, ക്രിസ്തു രൂപം കൊടുത്ത സഭയുടെ അംഗങ്ങളാണെങ്കിൽ ഈ സഭയുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് സന്തോഷിക്കാൻ വേണ്ടി സാധിക്കണം. വ്യക്തിപരമായി സന്തോഷിക്കാനൊക്കെ പറ്റും, പക്ഷെ ഒരുമിച്ച് സന്തോഷിക്കാൻ വേണ്ടി സാധിക്കുക. അപ്രകാരമായിരിക്കണം ഞാനും നിങ്ങളും സഭാംഗങ്ങളായി ജീവിക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ ഒരു വാക്യം ഇപ്രകാരമുണ്ട്: ഞങ്ങൾ ഇത് എഴുതുന്നത് നമ്മുടെ സന്തോഷം പൂർത്തിയാകാൻ വേണ്ടിയാണ്. ശിഷ്യനായ യോഹന്നാൻ ഈശോയുടെ കൂടെ നടന്ന് അനുഭവിച്ചറിഞ്ഞ സന്തോഷം പൂർത്തിയാകാൻ വേണ്ടിയിട്ടും അത് നിങ്ങളും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് എന്ന് യോഹന്നാൻ പറയുമ്പോൾ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും കർത്താവിലുള്ള ഈ സന്തോഷം അനുഭവിച്ചറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാകണം, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ ഒരു കോൺസെൻട്രിക് സ്ട്രക്ചറായി അതിൻ്റെ ഏക ലക്ഷ്യമായ, ആശയമായ, സന്ദേശമായ 11-ാമത്തെ വാക്യത്തിലൂടെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും അത് പൂർത്തിയാകാനും വേണ്ടിയിട്ടാണ് എന്നുള്ള വചനത്തിൻ്റെ വിചിന്തനമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയത്. ക്രിസ്തുവുമായുള്ള ഐക്യം സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയാണ് സഭാ കൂട്ടായ്മയിലൂടെ ഞാനും നിങ്ങളും കർത്താവിനോട് ഒന്നായി ചേരേണ്ടത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ 2-ാമത്തെ ഭാഗമായി വചന വിചിന്തനത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ 11-ാമത്തെ വാക്യത്തെ മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു എന്നതേ ഉള്ളൂ. ആദ്യ ഭാഗമായിട്ട് 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് പൊതുവായി കർത്താവ് നമ്മോട് പറയുന്നത്? സഭയുടെ അന്തസ്സത്ത മിശിഹായിൽ നൽകപ്പെടുന്ന ദൈവിക ജീവനാണ്. തിരുസഭയിൽ അംഗമാകുക എന്ന് പറഞ്ഞാൽ
പരിശുദ്ധ ജ്ഞാനസ്നാനം അഥവാ മാമോദീസ എന്ന കൂദാശയിലൂടെ ഞാനും നിങ്ങളും ദൈവീക ജീവനിൽ പങ്കുകാരാകുന്നു എന്നതാണ്. ചിലർക്ക് ചോദിക്കാറുണ്ട്, അച്ഛാ എന്തിനാ മാമോദീസ മുങ്ങുന്നേ? എന്തിനാണ് കർത്താവ് കൂദാശകൾ സ്ഥാപിച്ചത്? നമുക്കറിയാം, അദൃശ്യമായ ദൈവീക വരപ്രസാദം ദൃശ്യമായ അടയാളങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും നൽകുന്നതും നമ്മൾ അനുഭവിക്കുന്നതും പരിശുദ്ധ കൂദാശകളിലൂടെയാണ്. യേശു കർത്താവ് തിരുസഭയിലൂടെ നമുക്ക് 7 കൂദാശകളാണ് നൽകിയിരിക്കുന്നത്. ഈ കൂദാശകളുടെ സ്വീകരണത്തിലൂടെ ഞാനും നിങ്ങളും ദൈവവുമായുള്ള ഐക്യത്തിൽ വളരുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ജ്ഞാനസ്നാനം അഥവാ മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾ ദൈവീക ജീവനിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വീണ്ടും ജനനമാണ് മാമോദീസ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ കർത്താവ് വളരെ വ്യക്തമായി തൻ്റെ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗങ്ങൾ നിക്കദേമൂസുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഒരുവൻ വീണ്ടും ജനിക്കണമെന്നുള്ള തിരുവചന ഭാഗത്തിൻ്റെ സന്ദേശം നമ്മൾ കണ്ടതാണ്. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ദൈവീക ജീവൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള മാമോദീസായിലൂടെ ക്രിസ്തുവുമായി സഭയിൽ അംഗമായി തീരുന്നു. നമ്മളൊക്കെ നമ്മുടെ ബയോളജിക്കൽ മാതാപിതാക്കന്മാരിൽ നിന്ന് ജന്മമെടുത്തവരാണ്, ഇല്ലേ? നമുക്കൊക്കെ ജൈവശാസ്ത്രപരമായി ഒരു അപ്പനും അമ്മയുമുണ്ട്. നമുക്ക് ജന്മം നൽകിയത് അവരാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ഒരു കുഞ്ഞിന് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപം നൽകുന്നത് എന്നും ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിനെ സുരക്ഷിതമായി സംരക്ഷിച്ച് സമയത്തിൻ്റെ തികവിൽ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത് ദൈവത്തിൻ്റെ കുഞ്ഞായിട്ടാണ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത്. ഒരു സംശയവുമില്ല, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസികളായ ഞാനും നിങ്ങളും ദൈവീക ജീവനിൽ പങ്കുകാരാകുന്നത് മാമോദീസ ജലം നമ്മുടെ തലയിലൊഴിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: മുന്തിരിച്ചെടിയാകുന്ന മിശിഹായുടെ ജീവനിൽ പങ്കു ചേരുന്നവരുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ കൃത്യതയോടുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഐക്യം അഥവാ ബന്ധം എന്തിലേക്കാണ് സൂചന നൽകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മിശിഹായുടെ ജീവനിൽ പങ്കുചേരുന്നവരുടെ സമൂഹമായി മാറുക. ഒരേ ജീവരസം മുന്തിരിച്ചെടിയാകുന്ന മിശിഹായെയും ശാഖകളാകുന്ന സഭാസമൂഹത്തെയും പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ജീവരസം എന്നാൽ ദൈവികമായ ജീവനാണ്, പരിശുദ്ധാത്മാവാണ്. ഈ ജീവരസമാണ് മുന്തിരിച്ചെടിയാകുന്ന മിശിഹായെയും ശാഖകളാകുന്ന സഭാസമൂഹത്തിലെ അംഗങ്ങളെയും പരിപോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും മാമോദീസായിൽ ദൈവകൃപ അഥവാ ദൈവാരൂപിയാകുന്ന ജീവരസം നമ്മിലേക്ക് ആദ്യമായി ഒഴുക്കപ്പെടുന്നു എന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ജീവരസം നമ്മളിലേക്ക് ഒഴുകി വരുന്ന ആദ്യത്തെ അവസരം എന്ന് പറയുന്നത് പരിശുദ്ധ കൂദാശയായ മാമോദീസായിലാണ്. ഈ മാമോദീസ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ ദൈവീക ജീവനിൽ പങ്കുകാരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ ദൈവീക ജീവനിൽ പങ്കുചേരുന്നത് അവൻ്റെ ജീവരസം ഞാനും നിങ്ങളും സ്വീകരിക്കുന്നതിലൂടെയാണ്. പിന്നീട് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ കൂദാശാ ജീവിതത്തിലൂടെ ഈ ജീവരസം നിരന്തരമായി നമ്മിലേക്ക് ഒഴുക്കപ്പെടുകയും നാം ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി തഴച്ചു വളരുകയും ചെയ്യുന്നു. മാമോദീസ കഴിഞ്ഞാൽ പിന്നെയുള്ള കൂദാശകളിൽ പ്രധാനപ്പെട്ട ഒന്നായ വിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഞാനും നിങ്ങളും സ്വീകരിച്ച, മാമോദീസായിൽ സ്വീകരിച്ച ഈ ദൈവീക ജീവനിൽ തഴച്ചു വളരുന്നവരാകുന്നു. സമൃദ്ധമായ ദൈവീക ജീവൻ്റെ സാക്ഷികളായി ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് കൂദാശകളുടെ അടുക്കലുള്ള സ്വീകരണമാണ്
ഏറ്റവും പ്രധാനമായും വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയാണ്, ദിവ്യ ബലി അർപ്പണത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുന്തിരിച്ചെടിയാകുന്ന ഈശോയുമായുള്ള ഐക്യത്തിലുള്ള വളർച്ചയാണ് സഭയുടെ യഥാർത്ഥ വളർച്ചയായി നമ്മൾ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഉപമയിലൂടെയാണല്ലോ ദൈവവുമായുള്ള സഭയുടെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ബന്ധത്തെ യോഹന്നാൻ സുവിശേഷകൻ 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് നൽകുന്ന ഉപമയായി അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ഉപമയാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എപ്രകാരമാണോ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ ഈശോയുമായി ഐക്യത്തിൽ, സ്നേഹത്തിൽ, ബന്ധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവജനമായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം, കടമ എന്ന് മനസ്സിലാക്കുക. ശാഖകൾ ചെടിയോടെന്നതുപോലെ നാം ഓരോരുത്തരും ഈശോയോട് ഒട്ടിച്ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ യഥാർത്ഥ മുന്തിരിച്ചെടിയായി സഭ നിർമ്മിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ഞാനും നിങ്ങളുമൊക്കെ ദൈവിക ജീവൻ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ശാഖ ചെടിയോട് ഒട്ടിച്ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ദൈവവുമായുള്ള ബന്ധം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ദൈവജനമാകുന്ന വിശ്വാസി സമൂഹം, ഞാനും നിങ്ങളുമൊക്കെ കർത്താവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മളൊരു സഭയായി നിർമ്മിക്കപ്പെടുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദൈവജനത്തിൻ്റെ പരസ്പര ബന്ധം സഭാസമൂഹത്തിൻ്റെ ഐക്യത്തെയും അതുവഴിയായി ദൈവിക ജീവനുള്ള വളർച്ചയെയും സഭയുടെ ശിരസ്സായ ക്രിസ്തുവിലുള്ള വളർച്ചയുടെയും ബന്ധത്തിൻ്റെയും അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ നാം തിരിച്ചറിയുക, ഇത് സാധ്യമാകണമെങ്കിൽ ഈശോയുമായി ഒരു വ്യക്തി ബന്ധം നാം വളർത്തിയെടുക്കണം. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാവോ? ചിലരെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നു, സഭാസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു നമ്മൾ കാണാറില്ലേ? ചിലരെങ്കിലുമൊക്കെ പലവിധ കാരണങ്ങളുണ്ടാകും കേട്ടോ അവർക്കൊക്കെ. നമ്മൾ ആരെയും കുറ്റം വിധിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിലരെങ്കിലും ഇപ്രകാരം മാറി നിൽക്കുന്നത്, വിഘടിച്ചു നിൽക്കുന്നത് ഛിദ്രശക്തികളുടെ പ്രവർത്തനങ്ങൾ വഴിയാണ്. അതൊരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല എന്ന് തിരിച്ചറിയുക. ദൈവികമായ ജീവൻ ജീവരസത്തിലൂടെ ഞാനും നിങ്ങളും സ്വീകരിച്ച് ക്രിസ്തുവിൽ ഒന്നാകുമ്പോൾ സഭയിൽ ഐക്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയിൽ നമ്മളെല്ലാവരും ക്രിസ്തുവിന് ഐക്യപ്പെട്ട് ജീവിക്കണമെങ്കിൽ സഭാധികാരികളായ പിതാക്കന്മാരിലൂടെ നൽകപ്പെടുന്ന കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പലപ്പോഴും അനുസരണക്കേട് വഴിയായി ബന്ധത്തകർച്ചയിലേക്ക് ഞാനും നിങ്ങളും വീണു പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഐക്യത്തിലുള്ള വളർച്ചയാണ് സഭയുടെ യഥാർത്ഥമായ വളർച്ച എന്ന് പറയുക. ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്, അടുത്ത കാലങ്ങളിലായി സഭയുടെ വളർച്ചയിൽ വലിയൊരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭാസമൂഹങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭാസമൂഹം വളരുന്നില്ല, അത് മുരടിച്ചു പോകുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ ആകുലപ്പെടുത്തുന്ന ഒരു ചിന്തയല്ലേ? ക്രിസ്തുവുമായി ഞാനും നിങ്ങളും ഒന്നായി നിൽക്കുമ്പോൾ മാത്രമേ അവനുള്ള ഈ സ്നേഹബന്ധം അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഈശോയിലുള്ള വിശ്വാസം ഈശോയോടുള്ള വ്യക്തിപരമായ പ്രതിബദ്ധതയായി സമർപ്പണമായി തീരുമ്പോൾ മാത്രമേ ഞാനും നിങ്ങളും അവനെ സ്നേഹിക്കുകയുള്ളൂ. ഇതൊരു സമർപ്പണമാണ്, ഇതൊരു പ്രതിബദ്ധതയാണ്. ബന്ധമെന്ന് പറയുന്നത് സമർപ്പണത്തിലൂടെ വളരുന്ന ഒന്നാണ്. അതല്ലെങ്കിൽ ബന്ധം മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളെപ്പോഴും വിളക്കി ചേർക്കപ്പെടണം. പ്രശ്നങ്ങളുണ്ടാകാന്നേ, പ്രതിസന്ധികളുണ്ടായേക്കാം. എന്നാൽ ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി ഞാനും നിങ്ങളും അവനിലുള്ള പ്രതിബദ്ധത ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യന്മാരായിത്തീരും. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായിത്തീരും. നമ്മളിൽ ദൈവീക ജീവൻ ഉണ്ടാകും. ഇപ്രകാരം ദൈവീക ജീവൻ ഉള്ളവരായി മുൻപോട്ട് പോകാനും തഴച്ചു വളരാനും ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും
യേശുനാമത്തിൽ സമാധാനം ആശംസിക്കുന്നു.